കുക്കറിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി വയ്ക്കാമെന്ന് നോക്കാം. ആവശ്യത്തിനുള്ള സവാള പൊളിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ചിലർ കടുകിടാറില്ല, ഞങ്ങളിടാറുണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുക. എത്ര തേങ്ങാക്കൊത്ത് ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. രണ്ടുകൂടെ നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ചേർക്കാനുള്ളത് പൊടിവർഗ്ഗങ്ങളാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ച മണം നന്നായി മാറണം. നന്നായി മൂപ്പിച്ചതിന് ശേഷം നേരത്തെ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ സവാളയ്ക്കകത്ത് മസാലയിലും ചിക്കനൊക്കെ നന്നായി പിടിക്കണം. രണ്ടുകൂടെ നന്നായി മിക്സ് ചെയ്യണം കുറച്ച് നേരം. അതിനുശേഷം അതിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒലിച്ചിങ്ങനെ ഇറങ്ങി വരും. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുക. ഒരു വിസിൽ കേട്ടാൽ മതി, ഒരുപാട് പ്രാവശ്യം അടിക്കേണ്ട. ചിക്കൻ പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്